തഞ്ചാവൂർ ജില്ലയിലെ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പെരിയ കോവിൽ കാണാനാണ് നമ്മുടെ ഇന്നത്തെ ഈ യാത്ര. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ഈ ക്ഷേത്രത്തിന് 216 അടി ഉയരവും 14 നിലകളുമുണ്ട്. 12 വർഷമെടുത്താണ് ഇതിൻ്റെ പണി തീർത്തത്. ക്ഷേത്രത്തിൻ്റെ ചുവരുകളിലെ കൊത്തുപണികളിലെല്ലാം ചോള രാജാക്കന്മാർ നടത്തിയ വീരസാഹസിക പോരാട്ടങ്ങളും അവരുടെ കുടുംബ പരമ്പരയും വിഷയമാക്കിയാണ് ചെയ്തിരിക്കുന്നത്. 81 ടൺ ഭാരമുള്ള ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മകുടം. ഗോപുരത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മകുടത്തിൻ്റെ നിഴൽ ഉച്ച സമയത്ത് നിലത്ത് വീഴില്ല എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ക്ഷേത്രവളപ്പിന് ചുറ്റുമായി ദീർഘമായ ഇടനാഴികളുള്ള കെട്ടിടമുണ്ട്. അതിൽ 108 ശിവലിംഗങ്ങൾ നിരനിരയായി കാണാം. ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഏപ്രിൽ മെയ് മാസങ്ങളിലായി 18 ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്തിരൈ ബ്രഹ്മോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ഷൈജോ, അവര് ഇവിടെ ചവിട്ടിയിട്ടുള്ളത് വെറുതെ അല്ലാട്ടാ, എന്തൊരു പൊള്ളലല്ല കാല്. ഞാൻ വിചാരിച്ചു തനിക്ക് ചൂടെടുക്കണില്ല എന്നിട്ടാ. ഈ ചൂടിന്റെ പറയണതേ മൊത്തം കരിങ്കല്ലുണ്ടെന്ന് പറഞ്ഞപ്പോ ഈ കരിങ്കല്ല് നേരാകുമ്പോ അത്രയും ചൂടാവില്ലേ. പിന്നെ നീ ചൂട് പറഞ്ഞ കാര്യണ്ട, കാലിന്റെ അടിയോട് ഇതായിട്ട് താഴെ തന്നെ പണിത് കയറ്റിയതാന്നുള്ളത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ലേ. അതുപോലെയാണ് അതിന്റെ പണിക്കാരുടെ ഒരു കലാവിരുദ്ധം നോക്കിയല്ലേ. യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഈ ക്ഷേത്രം. തവിൽ എന്ന തുടികൊട്ടുന്ന വാദ്യോപകരണവും വീണയും തഞ്ചാവൂരിൻ്റെ സംഭാവനയാണ്. ഇവിടെ ഉണ്ടാക്കുന്ന തഞ്ചാവൂർ പാവകൾ ലോക പ്രശസ്തമാണ്. തഞ്ചാവൂരിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി ഇനിയും ഇങ്ങോട്ട് വരണം എന്നുറപ്പിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് യാത്രയായി.